കൂട്ടുകാരെ എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചോ? ഇന്നെന്തായിരുന്നു പ്രഭാത ഭക്ഷണം? ഇതാ കണ്ട, ഞാൻ ഇന്നലത്തെ ബാക്കി കപ്പയായിരുന്നേ. കപ്പ പുഴുങ്ങിയതും മീൻകറിയും. രാവിലെ മീൻകറിയും വെച്ച് കുഴിയാള മീനാണേ. കപ്പയും പുഴുങ്ങി കൊള്ളാൻ കേട്ടോ, നല്ല സൂപ്പർ. നമ്മളെ കപ്പ പുഴുങ്ങുമ്പോൾ ഇതുപോലെ കുഴിച്ച് കപ്പയ്ക്കകത്ത് കോരി വെച്ച് കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യണേ. സൂപ്പർ കപ്പ കേട്ടാ, നല്ല സൂപ്പറായിട്ട് വേവുന്നുണ്ട്. ഇന്നലെ ഞാൻ സന്ധ്യയ്ക്ക് അത്താഴത്തിന് പുഴുങ്ങിയപ്പോഴും നല്ല സൂപ്പറായിരുന്നു കേട്ടാ. നല്ല രുചിയുള്ള കപ്പ. അതിൽ എന്നോട് 1-2 പേര് കമൻറ്റ് ഇട്ട് ചോദിച്ച് നമ്മളുടെ നാട്ടിൽ 2 കിലോ 50 രൂപയാണെന്ന്. ഇത് വണ്ടിയിൽ കൊണ്ടുവരണേണേ. ഇതിന് മുമ്പൊക്കെ 1.5 കിലോ 50 രൂപയായിരുന്നു. ഇപ്പം എല്ലാവരും ഇപ്പോൾ 2 വണ്ടിക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരിച്ചായിരിക്കും 2 കിലോ 50 രൂപ. പക്ഷേ നല്ല വിലയുണ്ട്. എനിക്ക് ത്രാസുള്ളതുകൊണ്ട് ഞാൻ തൂക്കി നോക്കി കേട്ടോ, 2 കിലോ കൂടുതലുണ്ട്. അങ്ങനെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ പച്ചക്കറി കടയിലൊക്കെ വില കുറവാണ്. 1.5 കിലോ 50 രൂപ. നമുക്ക് ഇത്രയൊന്നും വരത്തില്ല. ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ ഇപ്പം കപ്പ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തരുമില്ല. കൊള്ളാം കേട്ടോ, സൂപ്പർ. ഇന്ന് എന്തായിരുന്നു കാപ്പി? നിങ്ങളൊക്കെ കുടിച്ചോ കൂട്ടുകാരെ? ആരെങ്കിലും കൊതി തോന്നുന്നുണ്ടോ? കൊതിയൊന്നും തോന്നണ്ട കേട്ടാ. വീട്ടിൽ അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരോട്, ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരോട്, സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാരോട് അവരോടൊക്കെ പുഴുങ്ങി തരാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിക്കണം. എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. നമ്മൾ കൊടുക്കുമ്പം എനിക്ക് ഇടത് കൈ സ്വാധീനമില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഇരുന്നാണ് കഴിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്. 10 വരെ കറി വെച്ചാലും എല്ലാം സൈഡിൽ വയ്ക്കും. അത് തിന്നണയാണ് ടേസ്റ്റ്. എനിക്ക് മീനൈറ്റത്തിലേ മീനിൻ്റെ വലിയ തലയ്ക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് കൊഴിയാള മീൻ, നല്ല കൊഴിയാളായിരുന്നു കേട്ടോ. 4 കൊഴിയാള 50 രൂപ. ചെറുതായിരുന്നേ, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്ന് എന്തൊക്കെയായിരുന്നു കാപ്പി? ഞാൻ ബാക്കിയിരുന്ന കപ്പ എടുത്തങ്ങ് രാവിലെ പുഴുങ്ങി. അപ്പോൾ അത് മതിയെന്ന് കരുതി. പണ്ടൊക്കെ നമ്മളെന്നും കപ്പ പുഴുങ്ങുമായിരുന്നു. ഇപ്പം വല്ലപ്പോഴും ഒരു ദിവസമാണ് കപ്പ പുഴുങ്ങുന്നത്. പണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ ഒരു വലിയ കലത്തിലാണ് കപ്പ പുഴുങ്ങുന്നത് കേട്ടോ. പിറ്റേന്ന് പഴങ്കഞ്ഞിക്കൊക്കെ കപ്പയാണ് കഴിക്കുന്നത്. അതൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയാം. അമ്മക്ക് ഒരു ഉറിയിലൊക്കെ എടുത്ത് വെച്ചിരിക്കും. ഉറി ഉണ്ടന്ന്. ഉറി കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ നിങ്ങളാരെങ്കിലും? ഒന്ന് ചാണകം മെഴുകി അടുക്കളയും തറയൊക്കെ അല്ലേ, ഉറുമ്പ് കയറാതിരിക്കാൻ ഉറി കോരി അടച്ച് വയ്ക്കും. കലങ്ങൾ പൊക്കി 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 വെച്ചിരിക്കും. 1-ാം പാഠം പുസ്തകത്തിലുണ്ട് ഉറി, ഊഞ്ഞാൽ, പറ, പന. ഇപ്പം പറയുമില്ല പനയുമില്ല. ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ യുഗം. ആരും കൊതി വിടണ്ടേ. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ വരാമേ, അടുത്ത ഇതുമായിട്ട്. ബൈ കൂട്ടുകാരെ.